വെള്ളിയാഴ്ച എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരിക്കുമല്ലേ. ചിലപ്പം ചോറായിരിക്കും, ചിലപ്പം കറിയിലായിരിക്കും, എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതല്ലേ. അതുപോലെ തന്നെ ഇന്ന് സ്പെഷ്യലാക്കിയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു വെറൈറ്റി ഇല്ലാണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അത് പല വീടുകളിലും അങ്ങനെയാണ്. ഇന്നെന്താ ഫ്രൈഡേ ആയിട്ട് സ്പെഷ്യൽ എന്ന് രാവിലെ തന്നെ പലരും ചോദിച്ച് തുടങ്ങാറുണ്ട് അല്ലേ. ഇന്ന് ഒരു സ്പെഷ്യലും ഇല്ലയെന്ന് പറയുന്ന സമയത്ത് വെള്ളിയാഴ്ച ഒരു ഭയങ്കര ഒരു മൂഡ് ഔട്ടി ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. നമ്മുടെ ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി വെള്ളിയാഴ്ച ബീഫില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞ സ്ഥിതി തന്നെയാണ് പല വീടുകളിലും അല്ലേ. എന്നാലും നമ്മൾ എന്താണ് ഒരുപാട് എല്ലാവർക്കും പ്രിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മൾ കിട്ടാത്ത എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് അതെല്ലാവരും നല്ലതാണ് എന്ന് പറയുന്നത് നമുക്ക് അത്രയധികം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമായിരിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫുഡ് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കാം ചിലരെ അല്ലേ. നമ്മൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും അത് നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് മറ്റൊരാൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രുചിയുണ്ട് എന്ന് പറയുന്ന ആ ഒരു അറ്റംപ്റ്റിലായിരിക്കാം അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ ചില ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അത് ഞാൻ ഉണ്ടാക്കിയാൽ നന്നാവും, അത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വളരെയധികം പല ആൾക്കാരിലും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് അത്ര കോൺഫിഡൻ്റ് ഒന്നും ചില ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും എനിക്ക് കിട്ടാറില്ല. പക്ഷേങ്കിൽ ചില ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ടെൻഡൻസി പല ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും അത് ചിലപ്പം ഫ്ലോപ്പായിരിക്കാം, ചിലപ്പോൾ അത് നന്നാവാം, അങ്ങനെയുള്ളൊരു ചാൻസേ ഉള്ളൂ. എന്നാലും എനിക്ക് നമുക്ക് പലർക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാലും ചിലർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയാൽ ഫ്ലോപ്പാവെന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനേ ഇഷ്ടമില്ലാത്ത ആൾക്കാരും നമ്മുടെ സൈഡിലൊക്കെ ഉണ്ടാവാം. എന്നാലും നമുക്ക് എന്താണ് നമ്മൾ ഓരോ ഫുഡും നമ്മൾ ഉണ്ടാക്കിയായിരിക്കും ആ ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് അല്ലേ. ഓരോ ഫുഡും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ആ ഫുഡിനോട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നത്. ചില ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഫുഡിനോട് ഇഷ്ടമില്ലായ്മ തോന്നുന്നതും. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്. ചില ഫുഡൊക്കെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അതങ്ങോട്ട് റെഡി ആവത്തുമില്ല എന്നുള്ളൊരു ഫുഡ് ഐറ്റംസ് നമ്മുടെ ഇടയിൽ കുറേ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ എത്രയോ എങ്ങനെയൊക്കെയോ ഉള്ളൊരു അറ്റംപ്റ്റ് ആയിരിക്കും നമ്മുടെ